ഹലോ, നമുക്കിന്നൊരു ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 5 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, നമ്മുടെ ഒരു കൈപ്പിടി അളവിൽ ചീര, അതിൻ്റെ പകുതിയോളം മല്ലിച്ചീര എന്നിവയെല്ലാം എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ടിത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പെടുത്ത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ കറിക്ക് ഗ്രീൻ കളർ തരുന്നത് ഈ അരപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പച്ച ഒരു കുത്ത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഈ ചിക്കൻ എത്രയാണോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ സമയം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂണോളം തൈരും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തൈര് അല്ലെങ്കിൽ തക്കാളി ഇവിടെ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഗ്രീൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് തൈര് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് തക്കാളി എടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് ഇതൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെ. ഈ സമയം നമുക്ക് എരിവും ഉപ്പുമൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഈ കറി നന്നായിട്ട് വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഗ്രീൻ കളറിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.